ചങ്ങായിമാരെ ജോറം പ്രശ്നമാണ്, ഒന്നൊന്നര പ്രശ്നം. നമ്മൾ ലിസ്ദ പാലക്കലമ്മയില്ലേ ഫേസ്ബുക്കിൽ വമ്പ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അൻസാരി ഉസ്താദ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തില്ലേ, പാലക്കാട് അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ ഒരു സംഘിനി കൈയിട്ട് വാര്യത്തിലുള്ള ഒരു വീഡിയോ. ആ വീഡിയോ കണ്ട പാടുണ്ടല്ലോ നമ്മളെ പാലക്കളമ്മായി ആകെ കലിപ്പിലാണ്, ഒന്നൊന്നര കലിപ്പില്. പാലക്കളമ്മായി എന്താ പറയുന്നറിയോ, വെറൊന്നുമല്ല നമ്മളെ സംഘികളെ സ്ഥിരം ഉടായ്പില്ലേ അതാണ്. അതായത് ഉസ്താദ് പറഞ്ഞത് സംഘികളെ അല്ല ഉസ്താദ് കളിയാക്കിയത് മൊത്ത ഹിന്ദുക്കളെയാണെന്നാണ് നമ്മളെ പാലക്കളമ്മായി പറയുന്നത്. അതും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പാലക്കലമ്മ ഉണ്ടല്ലോ നമ്മളെ ഉസ്താദിനെതിരെ ആഞ്ഞടിച്ച് കൊണ്ടൊരു വീഡിയോ ആയിട്ട് വന്നത്. എന്തായാലും നമുക്ക് നമ്മളെ പാലക്കലമ്മ ഉസ്താദിനെതിരെ ആഞ്ഞടിക്കാൻ വരുന്നുണ്ടല്ലോ, ആ ആഞ്ഞടി നമുക്കൊന്ന് തടഞ്ഞിട്ട് തിരിച്ച് പാലക്കലമ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചാലോ. എന്തായാലും നമുക്ക് പാലക്കലമ്മയുടെ ആഞ്ഞടി ഉണ്ടല്ലോ ഘട്ടം ഘട്ടമായിട്ട് കാണാം, എന്നിട്ട് പാലക്കലമ്മയ്ക്ക് തിരിച്ചും ഘട്ടം ഘട്ടമായി തിരിച്ചാഞ്ഞടി കൊടുക്കാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, ഒരു ഉസ്താദിന്റെ ഒരു വീഡിയോ. പാലക്കാട് നിന്ന് ഒരു സ്ത്രീ, അതായത് BJP-കാരത്തി തന്നെയാ പോലും, ഒരു ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം കവർച്ച ചെയ്തു എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഇന്ന് പോലീസ് പിടിച്ചു എന്നുള്ള ഒരു വാർത്ത. ആ വാർത്ത ചെയ്ത സമയത്ത് ഈ ഉസ്താദ് വളരെ ഒരു പാട്ട്, എന്താ പാട്ട് എന്നൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഒരു പാട്ടോട് കൂടിയിട്ടാണ് ഈ ഉസ്താദ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടു. എല്ലാ സംഘപരിവാറുകാരും ഇവിടെ വരൂ, ഞാൻ പൈസ തരാം, ഞാൻ സഹായിക്കാം, കക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. കേട്ടോ, ശരിക്കും തനിക്ക് നാണവും മാനവും ഉളുപ്പെന്ന് പറഞ്ഞൊരു സംഭവമാണ്. താൻ ഉസ്താദ് തന്നെയാണോ? ഞാൻ എല്ലാ വീഡിയോസും തന്നെ കാണുന്നുണ്ട്. താൻ കുറച്ച് ആൾക്കാർക്കൊക്കെ നല്ലത് ചെയ്യുന്നുണ്ട്, ശരി തന്നെ. താൻ എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്, അത് ഞാനും സമ്മതിച്ചു. പക്ഷെ ഇന്ന് ചെയ്ത ഒരു വീഡിയോ വളരെ ചെറ്റത്തരം. താൻ സംഘപരിവാറുകാർക്ക് എല്ലാവർക്കും പൈസ തരാം, കക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നത്. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റുള്ളവരെയും കൂടി ഇങ്ങനത്തെ വൃത്തികേട് പറയുന്നത് ഇങ്ങനെ ഒരു ഉസ്താദ് താൻ മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അച്ചോടാ, ഇതാരാ പറഞ്ഞത് ഒരു സംഘിണി ചെയ്ത കുറ്റത്തിന് മൊത്തം സംഘിണിയും സംഘിണിമാരെയും കുറ്റം പറയാൻ പാടാന്ന്? ആരാ ഈ പറയുന്നത്? ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള മുസ്ലിങ്ങളെ മൊത്തം ഉണ്ടല്ല ഒറ്റ രൂപയില് കുറ്റം പറഞ്ഞ നമ്മളെ ലിസ്ദ പാലക്കലോ. അങ്ങനെ മുസ്ലിങ്ങളെ മൊത്തം കുറ്റം പറഞ്ഞ നിങ്ങൾക്കുണ്ടല്ല അൻസാരി ഉസ്താദ് ഒരു വീഡിയോയിൽ സംഘികളെ കുറ്റം പറഞ്ഞപ്പോ വല്ലാതെ അങ്ങ് വേദനിച്ചു അല്ലേ പാലക്കലമ്മായി? ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ചെയ്ത കുറ്റത്തിന് ലോകത്തുള്ള മുസ്ലിങ്ങളെ മൊത്തം ഉണ്ടല്ല ഇരുന്ന് തെറി വിളിക്കണം നീയും നിന്റെ ഗുരുജിയില്ലേ, ഗുരുജിയല്ല ഗുരുണി വിശകല, അങ്ങനെ നിങ്ങളോടല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ടത് എളുപ്പം നാണോ മാനോ ഉണ്ടോ എന്ന്. പിന്നെ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ എല്ലാ സംഖ്യകളും നിങ്ങൾ അമ്പലത്തിൽ പോയി കൈയിട്ട് വരണ്ട, എല്ലാരും ഇങ്ങോട്ട് വന്നെന്നല്ല പറഞ്ഞത്. ആരെങ്കിലും കൈയിട്ട് വരാൻ നിൽക്കുന്ന സംഖ്യകൾ ഉണ്ടെങ്കിൽ അവരോട് അൻസാരി ഉസ്താദ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, ഉസ്താദിനടുക്ക് പോട്, ഉസ്താദ് എന്തെങ്കിലും സഹായം ചെയ്യാന്ന്. അതായത് പാലക്കാട് സംഘടനയില്ലേ, പാലക്കാട് സംഘടനയല്ല പാലക്കാട് സംഘടനയെ പോലെ ഭണ്ഡാരത്തിൽ കൈയിട്ട് വരാൻ നിൽക്കണ്ട, ഉസ്താദിനടുക്ക് പോട്, ഉസ്താദ് സഹായിക്കാന്നാ പറഞ്ഞത്. അത് കേട്ടപാട് പാലക്കല സംഘടന വിചാരിച്ചു പാലക്കല സംഘടനയെ കുറിച്ചാണ്. എന്റെ പാലക്കാട് സംഘടന നിങ്ങളും പാലക്കാട് സംഘടന പോലെ കൈയിട്ടുവാരം ഭണ്ഡാരത്തിൽ കൈയിട്ടുവാരം റെഡിയായിട്ട് നിൽക്കുകയാണോ? അങ്ങനെ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പം നിനക്കൊക്കെ വല്ലാതെ പൊള്ളിയത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളെ സമ്മതിച്ചോട്ടാ, പാലക്കാട് സംഘടന ഉണ്ടല്ല അവര് സംഘടനയാണെന്ന് നീയൊക്കെ സമ്മതിച്ചല്ല, അതിൽ നല്ല കാര്യം കേട്ടാ. നിങ്ങൾ അങ്ങനെ പാലക്കാട് സംഘടനയാന്ന് സമ്മതിച്ചതിന്റെ പിന്നുണ്ടല്ല അൻസാരി ഉസ്താദിലെ ഉസ്താദിനെ പോലുള്ളവര് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പാലക്കാട് സംഘടനയാണെന്ന് നീയൊക്കെ സമ്മതിച്ചത് എന്റെ പാലക്കല സംഘടനയെ. ഇങ്ങനെ അൻസാരി ഉസ്താദിനെ പോലുള്ളവര് വീഡിയോ ചെയ്തിട്ട് ആ വാർത്തയുണ്ടല്ല ഇത്രത്തോളം എത്തിച്ചില്ലെങ്കിൽ നീയൊക്കെ പറയും പാലക്കാട് അങ്ങനെ ഒരു സംഘടനയേ ഇല്ല, അങ്ങനെ ഒരു സംഘടന BJP-ന്റെ സ്ഥാനാർത്ഥിയേ അല്ലാന്ന് നീയൊക്കെ പറയായിരുന്നു. എന്താ ചെയ്യാ, ഉസ്താദിനെ പോലുള്ളവർ വീഡിയോ ചെയ്തിട്ടില്ല ആ വാർത്ത മൊത്തം കേരളം മൊത്തം അങ്ങ് പടർത്തി. അങ്ങനെ ഉസ്താദ് ഉണ്ടല്ലോ ആ വാർത്ത കേരളം മൊത്തം പടർത്തിയതുകൊണ്ടാണ് നമ്മൾ ഈ പാലക്കല അമ്മായിക്കിട്ടില്ല വല്ലാതെ അങ്ങ് കുരുപൊട്ടിയത്. കഴിഞ്ഞിട്ടില്ല നമ്മളെ പാലക്കല അമ്മായിന്റെ കുരുപൊട്ടല്, കുറച്ചും കൂടി കുരുപൊട്ടൽ ബാക്കിയുണ്ട്. ആ കുരുപൊട്ടലും കൂടി കേട്ടിട്ട് നമുക്ക് പാലക്കല അമ്മായിക്കെതിരെ തിരിച്ച് വീണ്ടും ആഞ്ഞടിക്കാം. വാ. അപ്പം താൻ എന്താ ചെയ്യേണ്ടത്? തന്റെ വർഗത്തിൽപ്പെട്ട തന്റെ മുസ്ലിമായ നാമധാരികളിൽപ്പെട്ട ആൾക്കാരോട് കഞ്ചാവ് വിൽക്കരുത്, മദ്രസയിൽ പീഡനം നടത്തരുത് എന്നെല്ലാവരോടും അങ്ങ് പറഞ്ഞേക്കുക. ഞങ്ങളെ ആൾക്കാരോടും പറഞ്ഞോളാം, പോരെ, തീർന്നില്ലേ പ്രശ്നം? എന്താ ഉസ്താദ് ശരിയല്ലേ പറയുന്നത്? ഒരാൾക്ക് മാത്രമാണ് പ്രശ്നം. ഒരാൾ കട്ടിണി എന്ന് വിചാരിച്ചിട്ട് നാട്ടിലെ മൊത്തം ആൾക്കാരെ ഉസ്താദ് നോക്കുന്നു പറയുന്നത് അത് ശരിയാണോ ഉസ്താദെ? എവിടാ? അപ്പം ഇതിനെന്തായാലും മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അറസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ പേരും ലിസ്റ്റ് ഉസ്താദിന്റെ ഇൻബോക്സിൽ ഇട്ട് തരണോ? വേണോ? വേണ്ടിക്ക് തരാം. ഇന്നലെ പയ്യന്നൂരിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, കഞ്ചാവ് കേസാണ്. മട്ടന്നൂരിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, കഞ്ചാവ് കേസാണ്. ഇവരെയൊക്കെ പിടിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണം. ഒന്ന് ഫോൺ ചെയ്യ്. എന്തിനാണ് കഞ്ചാവ് വിൽക്കുന്നത്? ഞാൻ തരില്ലായിരുന്നോ പൈസ? ഒന്ന് പറയരുതോ നിങ്ങൾക്ക്? ധൈര്യമായിട്ട് പറയാനുള്ള വോയിസ് ഉസ്താദിനുണ്ട്. കാരണം ഉസ്താദ് എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാണ്.
അല്ലേ? അത് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു. ഉസ്താദ് സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഈ പറഞ്ഞതിനോട് ന്യായമില്ല. സത്യ ഉസ്താദെ, ഉസ്താദ് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഉസ്താദ് ഈ ചെയ്തിട്ടുണ്ടല്ല, ഇത് ന്യായമല്ല. കാരണം ഉസ്താദ് ആ വീട്ടിൽ കൃത്യമായിട്ടുണ്ടല്ല, പാലക്കൽ അമ്മായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാന്ന് കൃത്യമായിട്ട് പറയണമായിരുന്നു. അതായത് പാലക്കൽ അമ്മായിക്ക് പാലക്കാട്ടെ അമ്മായിയെ പോലെ കൈയിട്ട് വരാൻ, മണ്ടാരത്തിൽ കൈയിട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നിൽക്കണ്ട, പാലക്കൽ അമ്മായി നേരെ ഉസ്താദിനൊക്കെ വരണമെന്ന് ഉസ്താദ് കൃത്യമായിട്ട് പേരെടുത്ത് പറയണമായിരുന്നു. അങ്ങനെ ഉസ്താദ് ഉണ്ടല്ല പാലക്കൽ അമ്മയെ പേരെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പുലർച്ചെ തന്നെ പാലക്കൽ അമ്മായി ഉസ്താദിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോ ഉസ്താദ് പാലക്കൽ അമ്മേനെ പേരെടുത്ത് പറയാത്തോണ്ട് നമ്മളെ പാലക്കൽ അമ്മായി എങ്ങനെയാണ് ഉസ്താദിനെ കാണാൻ വേണ്ടി വരിക, ഉസ്താദിനോട് സഹായം ചോദിക്കാൻ വേണ്ടി വരിക? ഒന്നാമത് ഉസ്താദ് ഇപ്പൊ പഴയ പോലെയല്ല, ഫേസ്ബുക്ക് ൊന്നുമില്ല, പൈസ തീരെ കൊടുക്കുന്നില്ല, സംഖ്യകളൊന്നും സൂചിപ്പിച്ചിട്ടില്ല. പാലക്കൽ അമ്മയ്ക്ക് ഇപ്പൊ 1 രൂപ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ പട്ടിണിയാണ്, മുഴുവൻ പട്ടിണിയാണ് പാലക്കൽ അമ്മായി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭണ്ഡാരത്തിൽ കൈയിട്ട് വരാൻ നിൽക്കുമ്പോഴാണ് പാലക്കാട് അമ്മായിക്ക് പകരം പാലക്കാടുള്ള ഒരു സംഘടന അമ്മയുണ്ടല്ല കൈയിട്ട് വാരിയത്. അതോടുകൂടി പാലക്കൽ അമ്മായിനെ കൈയിട്ട് വാരലുണ്ടല്ല, അതവിടെ നിന്ന്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ, ഏതോ ഒരു സംഖ്യ ചെയ്ത കുറ്റത്തിന് ഉസ്താദ് ഉണ്ടല്ല മൊത്തം സംഖ്യകളെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ മുതലാണ് ഇപ്പൊ പറഞ്ഞത്. 1-2 ആൾക്കാർ ചെയ്ത കുറ്റത്തിന് മദ്രസയിലെ ഉസ്താദുമാരും മൊത്തം ഉണ്ടല്ല പീഡന വീരന്മാരാണെന്ന് ഈ മുതലാണ് ഇപ്പൊ പറയുന്നത്. ഇങ്ങനെ പറയുന്ന നിന്നോടൊക്കെയല്ലേ എളുപ്പം നാണോ മാനോ ഉണ്ടെന്ന് നമ്മൾ മലയാളികൾ ചോദിക്കേണ്ടത്. എന്റെ പാലക്കൽ അമ്മായി, എത്ര അമ്പലത്തിലെ തന്ത്രിമാരുണ്ടല്ല പീഡനം നടത്തിയിട്ടുണ്ട്. എന്തിന്? അമ്പലത്തിന്റെ അകത്ത് വരെ പീഡനം നടന്നായിട്ട് വാർത്ത വന്നിട്ടില്ലേ? എന്നിട്ട് ഏതെങ്കിലും ഉസ്താദ്, അതും പോട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടല്ല അമ്പലത്തിന്റെ അകത്ത് മൊത്തം പീഡനമാണെന്ന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ പാലക്കലെ വൃത്തികെട്ട അമ്മായി? അതുകൊണ്ടാണ് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ല അന്തസ്, പക്ഷെ നിന്നെപ്പോഴത്തെ ചാണക സംഖ്യ കണ്ടില്ല അന്തസ്സില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും 2 ആൾ ചെയ്ത കുറ്റത്തിനുണ്ടല്ല എപ്പോഴും എല്ലാ മുസ്ലിങ്ങളെയും ഇങ്ങനെ ഇരുന്നും നിന്നും നാണവുമാനും ഉളുപ്പില്ലാതെ കുറ്റം പറയുന്നത്. എന്നിട്ട് അന്തസ്സും നാണവുമാനും ഉളുപ്പില്ലാതെ നീണ്ടല്ല നല്ല അന്തസ്സുള്ള പാവങ്ങളെ സഹായിക്കുന്ന അൻസാരി ഉസ്താദിന ഒരു ഉളുപ്പില്ലാതെ കുറ്റം പറയുന്നു. ഇനി അതൊക്കെ പോട്ടെ ലസിത പാലക്കലെ, ലോകത്ത് എന്ത് നടന്നാലും പ്രത്യേകിച്ച് അമ്പലവുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നാലും ആഞ്ഞടിക്കാറുള്ള നീണ്ടല്ല ഒരു സംഘിണി ഒരു ഹൈന്ദവ അമ്പലത്തിലെ ഭണ്ഡാരത്ത് കൈയിട്ട് വരട്ടെ പൈസ നക്കി മുക്കിയിട്ട് നീ അതിനെതിരെ ഒരു വീഡിയോ പോലും ചെയ്തില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അതിനെതിരെ ഒന്നും മൊഴിയാതിരുന്നത് എന്റെ ചാണക സംഘിണി പാലക്കലെ? വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ആയിരുന്നെങ്കിൽ നീണ്ടുള്ള ഒരു ദിവസം കുത്തിയിരുന്നിട്ട് 10 വീഡിയോ അവർക്കെതിരെ 10 വീഡിയോങ്കിലും മിനിമം ചെയ്യില്ലേ എന്റെ ചാണക സംഘിണി? നീയൊക്കെ എത്ര തവണ എളുപ്പം നാണവും അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അമ്പലങ്ങളൊക്കെ സംഖ്യകളെ കയ്യിലാണ് ഇങ്ങനെയല്ലേ സംഖ്യകളെ കയ്യിലായി ഉണ്ടാവും എന്റെ ചാണക സംഘിണി? ഇതിപ്പോ എന്താ ചെയ്യാ, ഒരു ചാണക സംഘിണി കട്ടപ്പം അതുപോലത്തെ വേറൊരു ചാണക സംഘിണി കണ്ടില്ല ഉത്തരം മുട്ടിയിട്ട് ഉത്തരവില്ലാതാകുമ്പോൾ അതിനെതിരെ വീഡിയോ ചെയ്ത ഉസ്താദില്ലേ, ഉസ്താദിനെതിരെ നാണവുമാനും ഉളുപ്പില്ലാതെ ആഞ്ഞടിക്കാൻ പോയിരിക്കുകയാണ് നമ്മൾ ഈ ചാണക സംഘിണി പാലക്കൽ അമ്മായി. പക്ഷെ എന്താ ചെയ്യാ ചാണക സംഘിണി പാലക്കൽ അമ്മായി? അൻസാരി ഉസ്താദിനെ ആഞ്ഞടിക്കാനില്ല, നീ വളർന്നിട്ടില്ല എന്നല്ല, ഇനി ഒരിക്കലും അതുപോലെ വളരാൻ വേണ്ടി നിന്നെ കൊണ്ടാവൂല. എന്നാ പിന്നെ തൽക്കാലം ഞാൻ നിർത്തുന്നു. എന്തായാലും അൻസാരി ഉസ്താദിനെ ആഞ്ഞടിക്കാൻ വന്നിട്ട് ആഞ്ഞാഞ്ഞ് തകർന്നു പോയ എന്റെ ലസിത പാലക്കൽ അമ്മായിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.